തിരുവനന്തപുരം വക്കം സ്വദേശിയായ യുവാവിനെ ചെന്നൈയിൽ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കീടനാശിനി ശ്വസിച്ചതിനാലെന്ന സംശയം. അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. കൂടുതൽ വിവരങ്ങൾ ഇന്ദുലേഖ രേണു നൽകും. ഇന്ദുലേഖ, എന്താണ് ഉണ്ടായത്? മോത്തി വക്കം സ്വദേശിയായിട്ടുള്ള ശ്രീദാസ് സത്യദാസിനെയാണ് 45 വയസ്സാണ് ആൾക്ക് പ്രായം. ചെന്നൈയിലെ ഒരു ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ മൂട്ടശല്യം അകറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗുളികയിലെ വിഷവായു ശ്വസിച്ചാണ് മരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ആൾ അവിടെ ഒരു ലോഡ്ജിൽ താമസിക്കുകയായിരുന്നു. പൊങ്കലിനോടനുബന്ധിച്ച് ലോഡ്ജിലെ മറ്റു താമസക്കാരെല്ലാം പോയ സമയത്ത് ലോഡ്ജ് ജീവനക്കാരി മൂട്ടശല്യം അകറ്റാൻ വേണ്ടി പെസ്റ്റ് കൺട്രോൾ നടത്തിയിരുന്നു. എന്നാൽ താൻ അവധിക്ക് പോകുന്നില്ലെന്നും ഇവിടെ താമസമുണ്ടെന്നും തന്റെ മുറിയിൽ ഇത് ചെയ്യരുതെന്നും ശ്രീദാസ് അറിയിച്ചിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ 4 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞുവന്ന് ശ്രീദാസ് AC ഓണാക്കി ഉറങ്ങാൻ കിടന്നിരുന്നു. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ അസ്വസ്ഥത അനുഭവപ്പെട്ടിരുന്നു. 6 മണിക്ക് എഴുന്നേറ്റ് പതിവ് പോലെ ചായ കുടിക്കാൻ പോയി. തിരിച്ചു വന്നപ്പോഴും അസ്വസ്ഥത തോന്നിയപ്പോൾ ഒരു സുഹൃത്തിനെ ഫോൺ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു. പക്ഷേ മുറിയിൽ തിരിച്ചെത്തി ഇയാൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ലോഡ്ജ് ജീവനക്കാരും എല്ലാവരും ചേർന്നെടുത്തൊരു ക്ലിനിക്കിലേക്കും പിന്നീട് ഒരു ആശുപത്രിയിലേക്കും ഇയാളെ മാറ്റി. പക്ഷേ മരണം സംഭവിക്കുകയായിരുന്നു. കുടുംബം എന്തായാലും ഇപ്പം അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. മോത്തി, ചില പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം. 6 മണിയായപ്പോൾ ഒരു ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ട് വെളിയിൽ പുറത്തോട്ട് വന്ന് ചായ കുടിക്കാൻ പോകുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അങ്ങനെ ചായ കുടിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ക്ഷീണം അനുഭവപ്പെട്ട് വന്ന് ഒരു ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞു, പിന്നെ എനിക്കിങ്ങനെ വയ്യായികയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെയാണ് അറിയുന്നത്. അങ്ങനെ അദ്ദേഹം വന്ന സമയത്ത് ഡോറ് തുറക്കുന്ന സമയത്ത് കുഴഞ്ഞു വീഴുന്നതാണ് കാണുന്നത്. അദ്ദേഹം പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലോട്ട് പുള്ളിയെ കൊണ്ടുപോയി. ആ സമയത്താണ് ഞാൻ അറിയുന്നത്. പിന്നെ പുള്ളിയുടെ അനുവാദമില്ലാതെ റൂമിനകത്ത് ഒരു പെസ്റ്റ് കൺട്രോള്, ബെഡ് ബഗിൻ്റെ എതിരെയുള്ളൊരു ടാബ്ലറ്റ് അതിനുള്ളിൽ ബെഡിൽ ഉണ്ടായിരുന്നു. അത് ഇദ്ദേഹത്തിനെ അറിയിച്ചിട്ടില്ല. അറിയാതെ വന്ന് കിടക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചത്. വിഷബാധ ശ്വസിച്ചാണ് മരണപ്പെടുന്നതെന്ന് ഡെത്ത് സമ്മറിയിലും ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഈ പെസ്റ്റ് കൺട്രോൾ ചെയ്ത കാര്യം ഇവർ, അതായത് ഓഫീസിനെയോ, അതായത് അളിയൻ വർക്ക് ചെയ്യുന്ന, മരണപ്പെട്ട ആൾ വർക്ക് ചെയ്യുന്ന ഓഫീസിനെയോ അല്ലെന്നുണ്ടെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയോ ഇവരത് അറിയിച്ചിട്ടില്ല. പക്ഷെ ഇതിനകത്ത് നമുക്ക് കുറേ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ട്. അത് ഒന്ന് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇത് ചെയ്തവർക്കെതിരെ നടപടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചാനലും